2026 ഒരു മികച്ച വായനാനുഭവം തന്ന നോവലാണ് സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ്. അപ്പോൾ ഈ നോവലിൽ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഗോപ എന്ന് പറയുന്ന ഒരു ആർമി ഡോക്ടർ ഈ ഗോപ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെ കാണാതായതാണ്. അതായത് ഹെലികോപ്റ്റർ അപകടത്തിൽ ആർമിയിലായിരുന്നപ്പോൾ. അപ്പോൾ ഈ ഗോപ അച്ഛനെ തിരഞ്ഞ് ഹിമാലയത്തിലേക്ക് പോകുന്നതാണ് ഇതിൽ മൊത്തം കഥ. അപ്പോൾ തുടക്കത്തിൽ നമുക്കിതൊരു ഗോപയുടെ ഒരു ആത്മാന്വേഷണം പോലെയൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. പോകെ പോകെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിബത്തൻ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, തിബത്ത് എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടുന്ന് അവർ ആട്ടി ഓടിക്കപ്പെടുകയുണ്ടായത്. തോക്കും ബോംബും വെച്ച് ഓടിച്ചവരാണ്. ഇന്നും അസമാധാനം മനസ്സിൽ പേറിക്കൊണ്ട് ലോകം മുഴുവൻ അലയാൻ വിധിക്കപ്പെട്ടവരാണ് തിബത്തൻ ജനത. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ, അവരുടെ ഇടയിലുള്ള സംഘർഷങ്ങൾ, കുട്ടികൾ മുതൽ വയസ്സായവർ വരെ അനുഭവിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ നോവലിൽ വരച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എന്നെ വളരെയധികം ആകർഷിച്ചത് ഇതിലെ തുളുമ്പുന്ന ആത്മീയതയാണ്. ജിദ്ദു കൃഷ്ണമൂർത്തി, ദലൈലാമ, രമണ മഹർഷി, ഇങ്ങനെ പലരും വരികൾക്കിടയിലൂടെ നമ്മളോട് വന്ന് സംസാരിക്കും. അപ്പോൾ ഒരു സ്പിരിച്വൽ എലമെൻറ്റോട് കൂടിയിട്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ സ്പിരിച്വാലിറ്റി വെറും തത്വത്തിലുള്ളതല്ല, പ്രാക്ടിക്കൽ എഫക്റ്റുകൾ ഇതിനുണ്ട്. ഉദാഹരണത്തിൽ ഇതിലെ നായക കഥാപാത്രം ഒരിക്കൽ പറയുന്നുണ്ട്, അതായത് വിശക്കുന്നവൻ എന്ത് സ്പിരിച്വാലിറ്റി. ഇതേ നായക കഥാപാത്രത്തിനെ ഒരു കരടി ആക്രമിക്കുമ്പോൾ ഇതിലെ നായിക കഥാപാത്രം കരടിയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതേ നായക കഥാപാത്രം അഹിംസയുടെ പേരിൽ വിലപിക്കുന്നുണ്ട്. നോക്കൂ, സ്പിരിച്വാലിറ്റിയെ രണ്ട് ഡിഫറെൻ്റ് ആംഗിളിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ട് റൂട്ടഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഹിമാലയം എന്ന് പറയുന്ന വിവരണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ സോണിയ ചെറിയാൻ ഹിമാലയത്തിനെ ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിൽ വരച്ചിട്ടിരിക്കുകയാണ്. ഹിമാലയത്തിൽ കാണുന്ന ഉറുമ്പുകൾ മുതൽ യാക്കുകൾ വരെ, പിന്നെ സസ്യലതാദികൾ, എല്ലാറ്റിനെയും വളരെ ഓർഗാനിക്കായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വിവരണങ്ങളും വളരെ മനോഹരമാണ്. മലമുകളിൽ മഴ പെയ്യുന്നത് ഒരു പരുന്തിറങ്ങി വരുന്ന പോലെയാണെന്ന് പറയുന്നുണ്ട്. സമതലത്തിൽ മഴ പെയ്യുന്നത് ഒരു വയസ്സായ സ്ത്രീ നടന്നു വരുന്നത് പോലെയാണ്. അപ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും മഴ പെയ്യുന്നതിലുള്ള വ്യത്യാസം. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതൊരു തിബത്തൻ അഭയാർത്ഥികളുടെ ആത്മാന്വേഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പുസ്തകം മാതൃഭൂമി ബുക്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. പുസ്തകം വായിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനിടയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം വന്നു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, തിബത്തൻ അഭയാർത്ഥികളെ സംബന്ധിച്ച് അവരെ തിബത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവരുടെ ഹൃദയത്തിൽ നിന്ന് തിബത്ത് പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇതിലെ ക്ലൈമാക്സും കൂടി ജസ്റ്റിഫയബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കൂ, അഭിപ്രായം പറയൂ.